ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി എനിക്ക് പറയാനുള്ള ഫാൻസുകാരോട് എന്തായാലും ഗെയിം കഴിഞ്ഞു, വിജയം പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ പരസ്പരം തമ്മിത്തല്ലായിരിക്കുക. അവിടെയുള്ള മത്സരാർത്ഥികളെ വെറുതെ വിടുക. അവർ ഗെയിമിന്റെ ഭാഗമായി അവിടെ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് അവരവിടെ നിന്നു. പക്ഷേ ഇനിയുള്ള നിങ്ങളുടെ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാതെ അവരെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയാതെ എല്ലാവരെയും അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നാ വെച്ചാൽ ഗെയിം കഴിഞ്ഞു മാഷേ, ഇനി എന്തിനാണ് ഇതേക്കുറിച്ച് തമ്മിൽ തല്ലുന്നത്? ഇപ്പം ജിൻ്റെ ഫാൻസ് ആണെങ്കിലും അതെ, ജാസ്മിൻ്റെ ഫാൻസ് ആണെങ്കിലും അതെ, അഭിഷേകിൻ്റെ ഫാൻസ് ആണ്, അർജുൻ്റെ ഫാൻസ് ആണെങ്കിലും മുടിയൻ്റെ ഫാൻസ് ആണെങ്കിലും ഇവരെല്ലാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കഴിഞ്ഞു, അവരെല്ലാം പോകുന്നു, അവരെല്ലാം വീടുകളിൽ എത്തി. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് വഴക്കിട്ടിട്ടോ അല്ല നിങ്ങൾ അതേക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ടോ ഒരു കാര്യമില്ല. അവരെല്ലാം മത്സരാർത്ഥികളെല്ലാം വീട്ടിൽ വന്നു. ഇനി അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അല്ല ശരിയല്ല ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനിടയ്ക്ക് നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അല്ല ഞാൻ പറയുന്നത് വെറുതെ എന്തിനാണ് അവരുടെ ഗെയിം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി പിന്നെ അവരുടെ വീട്ടുകാരെ ചരിത്ര വിളിക്കുക. ആ മത്സരാർത്ഥി അവരുടെ ഗെയിം കഴിഞ്ഞു മാഷേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരുപാട് ഇതായിട്ടുള്ള അന്ധമായിട്ടുള്ള ഫാൻസ്, നിങ്ങൾ ആരെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഫാൻസ് ചെയ്യുകയോ നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷേ നമ്മളിപ്പം ഇനിയിപ്പോൾ ഗെയിം കഴിഞ്ഞിട്ട് ഈ മത്സരാർത്ഥികളെ പരസ്പരം കുറ്റം പറയും, അതെല്ലാം മോശമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിർത്തുക. ഗെയിം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ വന്നു, അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പാറ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ പിടിച്ചു നയിക്കണം. അതിനുവേണ്ടിയാണ് അതിജീവനം, അതാണ് വേണ്ടത്. പ്രേക്ഷകർ അത് മനസ്സിലാക്കുക. പ്രേക്ഷകരല്ല കൂടുതലും ഫാൻസുകാരായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കുക. അതിൻ്റെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, പുറത്തും ഉണ്ടായിട്ടുണ്ട്, അകത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് എന്താ വെച്ചാൽ ഗെയിം തീർന്നു, ഇനി അത് വെറുതെ വിടുക. അല്ലാതെ ഇനിയിപ്പോൾ അതേ പിടിച്ച് അവിടെ വഴക്കുണ്ടാക്കി, ഇവിടെ വഴക്കുണ്ടാക്കി, അവിടുത്തെ ഫാൻസ് വന്നു, ഇവിടെ തെറി പറഞ്ഞു, ഇവിടുത്തെ ഫാൻസ് വന്നു, അവിടെ തെറിഞ്ഞ്, അങ്ങനെയുള്ള സംഭവങ്ങളെ നിങ്ങൾ നിർത്തുക. അതൊക്കെ ബോറാണ്. പക്ഷേ ഗെയിം കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിട്ടേക്കുക. അത് ഗെയിമിൻ്റെ ഭാഗമായി മത്സരാർത്ഥികൾ പരസ്പരം വഴക്കുണ്ടാക്കി അവരത് പിന്നെ ചില മത്സരാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ വേറെ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അവർ പരസ്പരം മുന്നോട്ട് പോവുക. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്നേഹിച്ച് ഇതായിട്ട് മുന്നോട്ട് പോട്ടെ. ഫാൻസുകാർ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുന്നത് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.